1948 ഇസ്രായേൽ രൂപം കൊള്ളുന്നത് തൊട്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത രാജ്യമാണ് അമേരിക്ക. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതോ അവർക്ക് പരിക്കുണ്ടാക്കുന്നതോ ആയ ഒരു നടപടിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഭരണകൂടങ്ങൾ മാറി മാറി വന്നാലും ഭരിക്കുന്നത് ഡെമോക്രാറ്റുകളോ റിപ്പബ്ലിക്കന്മാരോ ആരായാലും അതിൽ മാറ്റമുണ്ടാകില്ല. ശതകോടികളാണ് ഓരോ വർഷവും അമേരിക്ക ഇസ്രായേലിനായി ബജറ്റിൽ വകയിരുത്തുന്നതും നൽകി വരുന്നതും. എന്നാൽ അമേരിക്കയിൽ രണ്ടാം ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഗസ യുദ്ധത്തിൽ മധ്യസ്ഥന്മാരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തി വെടിനിർത്തൽ ചർച്ചകൾക്കെല്ലാം മുടക്കിയിട്ടയാളാണ് നെതന്യാഹു. എന്നാൽ ട്രംപ് വന്നതോടെ കാര്യങ്ങൾ മാറി. ഭരണം ഏറും മുൻപ് തന്നെ ട്രംപ് പ്രത്യേക ദൂതനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. ദിവസങ്ങൾക്കകം നെതന്യാഹുവിന് വെടിനിർത്തൽ കരാറിന് വഴങ്ങേണ്ടിയും വന്നു. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ ബദ്ധവൈരികളും മുജ്ജന്മ ശത്രുക്കളുമായ ഹമാസുമായി അമേരിക്ക നേരിട്ട് രഹസ്യ ചർച്ച നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് ഇസ്രായേലിന് ചില്ലറ ഷോക്കല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായാണ് അവർ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഘവുമായി നേരിട്ട് ചർച്ച നടത്തുന്നത്. നടപടിയിൽ ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചു. അവിടെയും തീർന്നില്ല. രഹസ്യ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ട്രംപിന്റെ ദൂതൻ ആഡം ബോഹ്ലറെ ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ ഫോണിൽ വിളിച്ച് ശകാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ വലങ്കയും വിശ്വസ്തനുമാണ് ഡെർമർ. എന്നാൽ ഇസ്രായേലിന്റെ വിമർശനത്തിന് ശേഷവും ഹമാസ് ചർച്ച ശരിയായിരുന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിന് കൂടി ഗുണമുള്ള ചർച്ചയാണ് നടന്നതെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. അമേരിക്ക ആരുടെയും ഏജന്റ് അല്ലെന്നും സ്വന്തമായ താല്പര്യങ്ങളും രീതികളുമുള്ള രാജ്യമാണെന്നും ശക്തമായ ഭാഷയിൽ ആഡം ബോഹ്ലർ വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ് നേതാക്കളെ നല്ല മനുഷ്യന്മാരാണെന്ന് പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഹമാസുമായി ഇനിയും ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും ബോഹ്ലർ അറിയിച്ചു കഴിഞ്ഞു. CNN ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹമാസ് ചർച്ചയെ ചൊല്ലി പുകയുന്ന വിവാദങ്ങളോട് ആഡം ബോഹ്ലർ വിശദമായി പ്രതികരിച്ചിരിക്കുന്നത്. ഹമാസിനെ തങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കീഴടങ്ങലായിരുന്നില്ല, അനിവാര്യമായ ചുവടുവയ്പ്പായിരുന്നു അതെന്നും ബന്ധു ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ട ദൂതൻ പറഞ്ഞു. തുടർന്നാണ് അമേരിക്കയുടെ പരമാധികാരം ബോഹ്ലർ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ അമേരിക്കയാണ്, ഇസ്രായേലിന്റെ ഏജന്റ് അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ താല്പര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്തുടരുന്ന വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഘട്ടത്തിൽ ഹമാസ് യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇടപെടുന്നതെന്നും ബോഹ്ലർ പറയുന്നുണ്ട്. ദോഹയിൽ നടന്ന ചർച്ച വളരെ ഫലപ്രദമായിരുന്നു. നല്ല മനുഷ്യരുടെ ഗണത്തിൽപ്പെടുത്താവുന്നവരാണവർ. എല്ലാവരും മനുഷ്യരാണ്. മാനുഷികമായ ഗുണങ്ങളെല്ലാം അവരിലുണ്ടെന്നും തിരിച്ചറിഞ്ഞു. ചർച്ച ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ രീതി. അവർ ശരിക്കും എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം വിചിത്രമായി തോന്നാം. എന്നാൽ അമേരിക്കക്കാരെ മാത്രമല്ല, എല്ലാ ബന്ധുക്കളെയും തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. റോൺ ഡെർമർ ഫോണിൽ വിളിച്ച് കയർത്ത് സംസാരിച്ചതിനെ കുറിച്ചും ബോഹ്ലർ പ്രതികരിക്കുന്നുണ്ട്. ചർച്ചകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും ബോഹ്ലർ വെളിപ്പെടുത്തി. താൻ പറയുന്നത് വിചിത്രമായി തോന്നുന്നുണ്ടാകാം, എന്നാൽ ഭരണം ഏറ്റെടുത്ത ട്രംപാണ് തന്റെ ശുഭാപ്തി വിശ്വാസത്തിന്റെ കാരണം. അത് മേഖലയിലെ സ്ഥിതിഗതികളെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്. ചർച്ചയുടെ ഭാഗമായി ഹമാസ് ആയുധം താഴെവെക്കുകയും ദീർഘകാലത്തേക്കുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മൾ തടവുകാരെ കൈമാറുകയും ചെയ്യും. ഇതോടൊപ്പം ഗസയുടെ പുനർനിർമ്മാണവും തങ്ങളുടെ മുന്നിലുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിനെല്ലാം ഇടയിൽ ഹിസ്ബുള്ളയെ തകർത്തും സിറിയയെ ദുർബലപ്പെടുത്തിയും ഇറാനെതിരായ നടപടികളിലൂടെയുമെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളാണ് നെതന്യാഹുവും ഇസ്രായേലും ചെയ്തതെന്ന് പ്രകീർത്തിക്കാനും ബോഹ്ലർ മറന്നില്ല. ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യ ഒന്നാകെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും ആഡം ബോഹ്ലർ കൂട്ടിച്ചേർക്കുന്നു. ഹമാസിനെ പുകഴ്ത്തിയത് വിവാദമായതോടെ വിശദീകരണവുമായും അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നാണ് പ്രതികരണം. ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്ന ഭീകര സംഘടനയാണ് ഹമാസ് എന്നും നിർവചനപ്രകാരം മോശം മനുഷ്യരാണ് അവരെന്നും ബോഹ്ലർ വിശദീകരിച്ചു. അടിയന്തരമായി എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഒരൊറ്റ ഹമാസ് നേതാവും ബാക്കിയാകില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. റോൺ ഡെർമറും ബോഹ്ലറും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് US ഹമാസ് രഹസ്യ ചർച്ചയെക്കുറിച്ചുള്ള വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലാണ് വിവരം ചോർത്തിയതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. സംഭവം ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള വിശ്വാസത്തിൽ വിള്ളലുണ്ടാക്കിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസുമായി ചർച്ച നടത്തുന്ന വിവരം നേരത്തെ നെതന്യാഹുമായി US വൃത്തങ്ങൾ ആലോചിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കടുത്ത എതിർപ്പ് അറിയിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ ബോഹ്ലർ ഹമാസ് ചർച്ചയെക്കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചിട്ടില്ലെന്നാണ് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപും ബോഹ്ലറും ഹമാസ് നേതാക്കളും പലതവണ നേരിൽ കണ്ടതായി വിവരമുണ്ട്. ഇതേക്കുറിച്ചൊന്നും അമേരിക്ക ഒരു സൂചനയും നൽകിയില്ലെന്നതും ഇസ്രായേലിനെ ഒരേ സമയം പ്രകോപിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.